നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൊഴുക്കൽ സ്വദേശികളായ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അബിലാൽ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സയനൈഡ് കഴിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കരുതുന്നത്. പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട്. അർച്ചന, എന്താണ് സംഭവിച്ചത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് നെയ്യാറ്റിൻകരയിലാണ് സംഭവം ഉണ്ടായത്. നെയ്യാറ്റിൻകര തൊഴുക്കലാണ് സംഭവം. മണിലാൽ, സ്മിത, മകനായ അബിലാൽ എന്നിവരാണ് ആത്മഹത്യ ചെയ്തത്. സയനൈഡ് കഴിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. ഒരു കുടുംബത്തിലെ 3ഓളം പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര കൂട്ടപ്പന ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലായിരുന്നു ഇവർ താമസമുണ്ടായിരുന്നത്. തുടർന്നാണ് ഇവർ സയനൈഡ് കഴിച്ച് മരിച്ചത്. ആദ്യം മകനും അമ്മയുമായിരുന്നു സയനൈഡ് കഴിച്ചിരുന്നത്. തുടർന്ന് അച്ഛനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പിന്നീടാണ് അച്ഛൻ ഇത്തരത്തിലുള്ള വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് സയനൈഡ് കഴിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ അല്പസമയം മുമ്പാണ് ഈ 3 പേരുടെയും ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. അർച്ചന, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. കുടുംബ വഴക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് ഉണ്ടായതും. അത്തരത്തിൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നെയ്യാറ്റിൻകര പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലാണ് ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തൊഴുക്കൽ സ്വദേശികളായ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അബിലാൽ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം ലഭിക്കുന്നത്. സയനൈഡ് കഴിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.